ഗോഡ്സില -1 ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കിഡിലൻ എക്സ്പീരിയൻസ്. ആകെയുള്ളൊരു വിഷമം തിയേറ്ററിൽ ഇത് കാണാൻ പറ്റാണ്ട് പോയി, അല്ലെങ്കിൽ തിയേറ്ററിൽ ഇവിടെ റിലീസ് ചെയ്യാണ്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ. അത് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു 2024. കാരണം ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൂവി, ഈവൻ സ്ക്രീൻ പ്ലേ ആയാലും VFX ആയാലും ഒക്കെ അവർ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അതും നിങ്ങൾ വലിയ കോലാഹലങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ കാണരുത്. നല്ലൊരു സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് കാണാം. കാരണം എന്തുകൊണ്ടാണ് ഈ പടത്തിന് അത്രയും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഉള്ളത് എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഒരു ഗോഡ്സിലേനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മൂവി മാത്രമല്ല, പോസ്റ്റ് വാർ വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജപ്പാൻ സീറോ എന്നുള്ള ഒരു അവസ്ഥയിൽ, കാരണം എല്ലാം ഡിസ്ട്രക്ഷൻ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ സീറോ ലെവൽ അവർ നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഗോഡ്സിലയുടെ ഒരു വരവോട് കൂടി ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രക്ഷൻ അവരൊക്കെ സീറോയിൽ നിന്ന് അവരെ -1 എത്തിക്കുകയാണ്. സോ അതാണ് ഈ പടത്തിന് ഗോഡ്സില -1 എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുള്ളത്. സോ എന്താണ് ഈ പടത്തിൽ അവർ ഓഫർ ചെയ്തെന്നുള്ളത്, ഈവൻ ഇമോഷണൽ ആ ഒരു കണക്ഷൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന അവസ്ഥകൾ, ഒരു ഗോഡ്സില അത്രത്തോളം വലിയൊരു ഡിസ്ട്രക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള മൂവീസ്, ഇപ്പൊ നമ്മളിപ്പോ ഹോളിവുഡിൽ കണ്ടിട്ടുള്ള പടങ്ങളിലൊക്കെ കുറച്ചും കൂടി, എനിക്ക് തോന്നുന്നു 2014 ഗോഡ്സിലയിലാണ് പിന്നെയും ആ ഒരു അവസ്ഥയുടെ ഒരു ഇന്റൻസിറ്റി കൂടുതൽ കാണിച്ചിട്ടുള്ളത്. ബട്ട് ബാക്കിയുള്ളതിലൊക്കെ ഒരു ഹീറോയിക് ലെവലിലേക്ക് പോയി. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടിയും ആ ഒരു ഫീല്, കാരണം ഇപ്പൊ ഗോഡ്സിലയുടെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും ആ ഒരു ബാക്കിലുള്ള ഷെല്ലുകളൊക്കെ ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അത് ആ ഒരു അറ്റമിക് ബ്രീത്ത് വിടുന്ന സീൻ. ശരിക്കും അതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് പോലും ആ ഒരു അവസ്ഥയുടെ ഒരു ഭയ അവർ നിൽക്കുന്ന ആ ഒരു ഹൊറിഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് പോലും തോന്നും. കാരണം അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു സീനുകളൊക്കെ നല്ല രീതിയിൽ ആ ഒരു ഇന്റൻസിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തു. പല ക്യാരക്ടേഴ്സിനെയും ആയിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാനായിട്ട് സ്ക്രീൻ പ്ലേയിൽ പറ്റി. ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള യമസാക്കി ഒരുപാട് രീതിയിലുള്ള ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ എക്സ്പീരിയൻസുകളായാലും ശരി, ഈ ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഗോഡ്സിലയുടെ ഒരു പുതിയൊരു ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ഓൾറെഡി മറ്റുള്ള മൂവീസിൽ ഉപയോഗിച്ചുള്ള സൗണ്ടുകളൊക്കെ വെച്ചുകൊണ്ട് അതായിരുന്നു അവർ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഒരു സ്പീക്കറിൽ അത് പ്ലേ ചെയ്തുകൊണ്ടായിരുന്നു സീക്വൻസുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും കരയിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം പല സീക്വൻസും പടമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരുന്നു. ഈവൻ ഇതിലത്തെ ഒരു ലീഡിങ് ക്യാരക്ടറിന്റെ ഒപ്പം ഒരു കുട്ടീനെയും ഒരു പെൺകുട്ടീനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അല്ല, ആ കുട്ടിയുടെ ചില സീനുകളിലത്തെ കരച്ചിലും അല്ലെങ്കിൽ ചില ആ ഒരു പെർഫോമൻസ് ഒക്കെ ശരിക്കും എടുത്തു പറയേണ്ടതാണ് കേട്ടോ. കാരണം അത്രയും നാച്ചുറൽ ആയിട്ട് തന്നെയായിരുന്നു ആ കുട്ടിയുടെ ഒക്കെ പെർഫോമൻസ്. എന്തിന് കുട്ടീനെ തന്നെ പറയുന്നു, കാരണം ഇതിലുള്ള ഒരുപാട് അവർ നാവികസേനയ്ക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴൊക്കെ ലാസ്റ്റത്തെ ഒരു സീക്വൻസിൽ ഒരു സല്യൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ അതിലത്തെ ഒരു ലീഡിങ് ഓഫീസറിന്റെ ചുണ്ടൊക്കെ ശരിക്കും ഇങ്ങനെ കിടന്നൊരു വിഷമോ സന്തോഷവും സങ്കടമൊക്കെ വന്നിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഫീലൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഇമോഷണൽ കണക്ഷൻ എല്ലാ സീക്വൻസിലും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിലേക്കും കൊണ്ടുവരുന്നതിനും കാണുന്ന ഒരാൾക്ക് ഇത് ഇത്രയും ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് ഗോഡ്സില -1. പിന്നെ പറയേണ്ടത് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള VFX. 130 കോടി രൂപയുടെ സിനിമയാണെന്ന് പറഞ്ഞാൽ ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള VFX ഒക്കെ നല്ല ക്വാളിറ്റി സാധനം തന്നെയായിരുന്നു. ശരിക്കും ഇവിടെയുള്ള പല പല ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ എന്തിനായിരുന്നു, എവിടെയാണ് ബിഗ് ബഡ്ജറ്റ് എന്നുള്ളത് നമ്മൾ തപ്പിത്തിരയുന്ന അവസ്ഥയിൽ അതിന്റെ ക്വാളിറ്റി സ്ക്രിപ്റ്റിലും കാണുന്ന പ്രേക്ഷകർ തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇവരുടെ സ്കിൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 96th ഓസ്കാർ അവാർഡ്സിൽ ബെസ്റ്റ് VFX അവാർഡ് കിട്ടിയത് വെറുതെ ഇല്ല. ഇവൻ ഗോഡ്സില്ലയുടെ ഒക്കെ ഒരു ക്യാരക്ടറിനെ ഒരു ഹാഫ് ഗോഡ് ഹാഫ് മോൺസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബട്ട് അത് പല സീക്വൻസിലും നമുക്ക് കാണാൻ പറ്റും. കാരണം അതിന്റെ ചില മൂവ്മെന്റ്സ് ആയാലും പല ഷോട്ടുകൾ, അതെ ഒരു ഷിപ്പിന്റെ അടിയിലൂടെ, ഷിപ്പ് കടലിലൂടെ പോകുമ്പോൾ അതിന്റെ അടിയിലൂടെ ഇതിങ്ങനെ പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് കിഡിലൻ ഷോട്ട് തന്നെയായിരുന്നു. ആൻഡ് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു ക്യാരക്ടർ വന്നിട്ടുള്ള സ്ക്രീൻ ടൈമുകളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ അതിന് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോഡ്സില്ലയുടെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, കാണുന്ന ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, ആ ഒരു സംഭവം കൊണ്ടുവരുന്നതിൽ ഇവർ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. എല്ലാവരുടെയും ആ ഒരു പെർഫോമൻസ് തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് എന്താണ് ഇതിൽ തോന്നേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ജപ്പാനിലത്തെ ഒരാൾക്കാരുടെ അവസ്ഥ ശരിക്കും നമുക്ക് പോലും തോന്നുന്ന രീതിയിൽ, ഇത്രയും അവസ്ഥയിൽ നിൽക്കുന്ന അവർക്ക് ഇതും കൂടി ആകുമ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവുള്ളൂ, അതിനേക്കാൾ കൂടുതലാണിത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ അവരെ സെറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു ഡിലമയിലൂടെ, ഇപ്പൊ എന്റെ ലീഡിങ് ക്യാരക്ടറിന്റെ ഒരു ഡിലമയിൽ കാണിക്കുന്നുണ്ട്. കാരണം ആള് തന്നെ ലൈഫിൽ നിന്ന് പലപ്പോഴും ഒളിച്ചോടിയതായിട്ടാണ് കാണിക്കുന്നത്, ഈവൻ ഒരു യുദ്ധത്തിൽ നിന്നായാലും. ബട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളായിട്ടല്ല കാണിച്ചിട്ടുള്ളത്. ആൾക്കും ആളുടേതായിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. ആളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു
മൈൻഡും ആളും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പടം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് കാണുക. ആകെ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്ത്യയിൽ റിലീസ് ചെയ്യാതെ പോയത് വലിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് ആയി പോയി. കാരണം ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് പല സീക്വൻസുകളും ആ ഒരു അവസ്ഥയുടെ ഒക്കെ പീക്ക് ലെവലിലേക്ക് അവർക്ക് കൊണ്ടെത്തിക്കേണ്ടത്. കാരണം ജപ്പാൻ അന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന സമയത്ത് അങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് കാണിച്ചിട്ടുള്ളതൊക്കെ വളരെ എഫക്റ്റീവായി കാണിച്ചിട്ടുണ്ട്. ഡു വാച്ച് എന്നേ പറയാനുള്ളൂ. തിയേറ്റേഴ്സ് എന്ന് പറയാനായിട്ട് ഓപ്ഷൻ അല്ലേ, അറിയാലോ തിയേറ്ററിൽ ഈ പടം റിലീസ് ചെയ്തില്ല. അത് വലിയ രീതിയിലുള്ള ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഈ പടത്തെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു റിലീസ് സെക്കൻഡ് പാർട്ടിൽ പ്രതീക്ഷിക്കാം. അതിവിടെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കും. സോ വീണ്ടും വീണ്ടും പറയാണ്, ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ്.